ഉദ്ഘാടനം എഞ്ചിനീയറും മൈൻഡ് കോച്ചും ഓതറുമായ ആരാധ്യനായ ശ്രീ റോയ് പുരുഷോത്തമൻ അവറുകളാണ്. മുഖ്യപ്രഭാഷണം ചെയ്യുന്ന ബ്രിട്ടീഷ് അക്കാഡമിയുടെ കമ്മ്യൂണിക്കേഷൻ കോച്ച് കൂടിയായ ആരാധ്യനായ മുഹമ്മദ് മുസ്തഫ സർ, അതുപോലെ മധുരമേറിയ വാക്കുകളാൽ സ്വാഗതം എഴുതിയ നമ്മളുടെ സ്പീക്ക് ആൻഡ് ഷൈൻ്റെ വാനമ്പാടി പുഷ്പജ മേഡം, മറ്റ് പ്രഭാഷകരെ, പിന്നിലാവുന്നതല്ല പരാജയം, മറിച്ച് മുന്നേറാൻ ശ്രമിക്കാത്തതാണ് പലരുടെയും പരാജയം എന്ന് കുഞ്ഞുണ്ണി മാഷ്ടെ വാക്കുകളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഒരു നല്ല പ്രസംഗം വിജയിക്കുന്നത് വാക്കുകളുടെ നീളത്തിലല്ല, ഘടനയുടെ ശക്തിയിലാണ്. തല കേൾക്കാൻ വിളിക്കുന്നു, ഉടൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു, വാൽ ഓർമ്മയിൽ പതിയുന്നു. പ്രഭാഷകരായ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമുള്ള പരിപാടിയാണ് ഈ തിളക്കം പരിപാടി. നമ്മിലെ പ്രാസംഗികർ, വിമർശകർ, നിരീക്ഷകർ തുടങ്ങിയ തലങ്ങളിലുള്ളവർ വളർച്ചയ്ക്ക് ഗുണകരമാകും ഈ തിളക്കം പരിപാടി. വായനയാണ് എഴുത്തിൻ്റെയും പ്രസംഗത്തിൻ്റെയും ഉറവിടം. പുസ്തകങ്ങളിൽ വളരാത്തവർ വായനയിലും ചിന്തയിലും എഴുത്തിലും എല്ലാം വരൾച്ച ബാധിച്ചവരായിരിക്കും എന്ന് മുസ്തഫ സർ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മപ്പെടുത്താറുണ്ട്. നമ്മളത് പ്രാബല്യത്തിലാക്കിയോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലവിധ തടസ്സങ്ങളും നേരിടേണ്ടി വരും. ധാരാളം നെഗറ്റീവ് അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതായും വരും. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ പ്രയത്നം അത്യാവശ്യം തന്നെയാണ്. എന്നാൽ പോലും പെട്ടെന്ന് വഴികൾ തുറക്കണമെന്നില്ല. വളരാതെ മുന്നോട്ട് പോയാൽ വശങ്ങളിലേക്കുള്ള മറ്റു വഴികൾ നമുക്കായി തുറക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തളർത്താനും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടാകും. അതിലൊന്നും വീണുപോകാതെ ധൈര്യമായി മുന്നോട്ട് തന്നെ സഞ്ചരിക്കാം. കാരണം സ്വപ്നങ്ങൾ എന്താണെന്നും നിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും നിനക്ക് മാത്രമേ അറിയൂ. അത് തേടിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരിക്കലും നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞവരോട് മുന്നിൽ കൂടെ നിന്ന് വേദനിപ്പിച്ചത്, നിന്റെ ഉറക്കം കളഞ്ഞവരുടെ മുന്നിൽ നിന്നെ തോൽപ്പിച്ചത്, നിന്നെ കരയിപ്പിച്ചവരുടെ ഉണ്ടല്ലോ, അവരുടെ മുന്നിൽ കൂടി ഇല്ല ഇനി ഞാൻ തോൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറുതികൾ ഇല്ലാത്ത പരാജയത്തിന് പടികുഴികളിൽ നിന്നും നീ എഴുന്നേൽക്കും. അവിടെ മുമ്പിൽ കൂടി നീ കുതിച്ചു വരുന്ന ഒരു ദിവസം വരും. വെറും കാഴ്ചക്കാരായി പോലെ നിന്റെ വിജയം അവർ നോക്കി നിൽക്കും. പ്രിയമുള്ളവരെ, കുറച്ച് ശാരീരിക അസ്വസ്ഥതകളുണ്ട്. 2-3 ദിവസമായി പനിയായിരുന്നു, ടോൺസിൽസ് ഉണ്ട്, സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്.
എങ്കിലും നിങ്ങളെല്ലാം കാണാം എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ്, സ്നേഹത്തിലും ആണ് ഞാൻ ഇവിടെ എത്തിയത്. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗത്തിന് അവസരം തന്ന സ്പീക്ക് ആൻഡ് ഷൈൻ കമ്മിറ്റിയോട് എൻ്റെ അഗാധമായ സ്നേഹം അറിയിക്കുന്നു.